യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ഈ സാബത്ത് ദിവസം നല്ലൊരു ഞായറാഴ്ച കൂടി കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് സത്യവേദവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നീ ദരിദ്രനോട് ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നീ മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് നീ ഒരാളെ സഹായിച്ചതെങ്കിൽ, നീ അത് ചെയ്തത് കർത്താവിനാണ്. നീ കടം കൊടുത്തത് സർവശക്തനായ ദൈവത്തിനാണ്. ദൈവം നിന്റെ മുന്നിൽ ഒരു കടക്കാരനായി മാറിയിരിക്കുകയാണ്. അവിടുന്ന് ആ കടം വീട്ടും. ദൈവം നമ്മുടെ കടങ്ങൾ വീട്ടുമ്പോൾ അത് സമൃദ്ധമായിട്ടായിരിക്കും നമുക്ക് തരുന്നത്. സഹജീവികളോട് നമ്മൾ എങ്ങനെയായിരിക്കണം? സഹജീവികൾക്ക് നീ നന്മ ചെയ്താൽ അത് എനിക്ക് തന്നെയാണ് നീ ചെയ്യുന്നത് എന്ന് സർവശക്തനായ ദൈവം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരികയാണ്. അങ്ങനെ നമ്മുടെ കടക്കാരനായി ദൈവം തന്നെ മാറുന്ന ഒരവസ്ഥ, ആ ദൈവം ആ കടങ്ങളെല്ലാം സമൃദ്ധമായിട്ട് നമുക്ക് വീട്ടിത്തരുന്ന ഒരവസ്ഥ. ലോകത്തിന് നമ്മൾ കടങ്ങൾ കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുവാൻ കേസായും ആ വീട്ടുകാരൻ്റെ അടുക്കൽ, ആ വ്യക്തിയുടെ അടുക്കൽ നിരന്തരം ചോദിക്കേണ്ട അവസ്ഥയും വരും. എന്നാൽ ദൈവം പറയുകയാണ്, നീ ദരിദ്രരോട് ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവന് നീ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവനെ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ തന്നെയാണ് നീ സഹായിച്ചിരിക്കുന്നത്, ഞാൻ ആ കടം വീട്ടും. ഇതൊരു വാഗ്ദാനമാണ്. ഇറ്റ് ഈസ് എ പ്രോമിസ്. ആയതിനാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദരിദ്രരെ സഹായിക്കാൻ ഇന്ന് തൊട്ട് തുടങ്ങാം. ഇല്ല 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 എന്ന് പറയുന്നതിന് പകരം, ദൈവമേ, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ സമ്പത്തിൻ്റെ ഓഹരി ഞാൻ ദരിദ്രർക്ക് കൂടി പങ്കുവയ്ക്കുന്നു എന്ന് പറയുവാനുള്ള മനസ്സ് നമുക്കുണ്ടാക്കാം. സക്കേവൂസ് ചെയ്തതുപോലെ, കർത്താവേ, ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നോ അത് 100 ഇരട്ടിയായിട്ട് ദരിദ്രർക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് പറയുവാൻ. നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഭൂമിയിൽ, എല്ലാം ദൈവകരുണ കൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. ആ ദൈവനാമത്തിൽ തന്നെ നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതിൻ്റെ ഓഹരി ഞാൻ ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്നു. അങ്ങനെ നമുക്ക് കർത്താവിനെ തന്നെ നമ്മുടെ കടക്കാരനാക്കി മാറ്റാം. നമ്മൾക്ക് ദിനംതോറും കർത്താവ് ആ കടങ്ങൾ വീട്ടി തന്നുകൊണ്ടിരിക്കും. നിൻ്റെ ഭവനത്തിലേക്ക് സമൃദ്ധി കടന്നു വരും. കാരണം
നിന്നെ ദിവസം തോറും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് തന്നെയാകുമ്പോൾ നിനക്കൊന്നിനും കുറവ് വരികയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാം. ഇന്ന് തൊട്ട് ദരിദ്രരോട് നമുക്ക് ദയ കാണിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 830 കോടി പേരിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുടുംബസമാധാനത്തിനായിട്ടും ലോകസമാധാനത്തിനായിട്ടും മക്കളിൽ ദൈവവിശ്വാസം നിറയുന്നതിനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം മക്കളിൽ നിറയുവാൻ വേണ്ടിയും മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.